സ്വാമി, കല്യാണം നടക്കാത്ത വിഷമത്തിൽ സുധീഷേട്ടൻ അതിരുവിട്ട് സംസാരിച്ചു പോയതാ. അതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ജാതക. അത് സ്വാമി എഴുതി തരണം പ്ലീസ്. അതിനുള്ള കാശ് ഞാൻ തരാം പ്ലീസ്. ഇതിലിപ്പോ എന്താ ഇത്രമാത്രം ആലോചിക്കാനുള്ളേ? ഒരു ജാതകം എഴുതാ. ആളുടെ നമ്പരാ. എന്നിട്ട് പറഞ്ഞു മിണ്ടാടെ നോക്കിയോ, ഇല്ല എഴുതരും, ഈസി ആയിട്ട് വരും. കണ്ട, അത്ര ഉള്ളു കാര്യം. ഈസി അല്ലേ? പിന്നെ ഇത് ഏത് ജാതകമായിട്ടും ചേരുമല്ലോ അല്ലേ? ചേരും. എല്ലാ യോഗങ്ങളും ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. സ്വാമി, ഇതിപ്പോ എത്രയായി? 2000 രൂപ. 2000 രൂപയെ? ഇത് ഇത്ര പെട്ടെന്ന് തീർക്കുന്ന പണിക്ക് 2000 രൂപയെന്നാ? ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ടല്ലോ. കഴിയുന്നത് തന്നിട്ട് പോ പിള്ളാരെ. കൊടുക്ക. ഇത് മതി. എന്നാ ശരി സ്വാമി. ശരി. ഓ ഉള്ളത് മുഴുവൻ ഇപ്പഴേ അടിച്ച് കളയല്ലേ. അവര് വരുന്നതിന് തൊട്ട് മുമ്പേ അടിക്കണം, എന്നാലേ വാസന ഉണ്ടാവൂ. കുറച്ച് വാസന ഇപ്പഴേ ഉണ്ടായിക്കോട്ടെ. എന്തേലും ചെയ്യും. വീട് ക്ലീൻ ആയിട്ടുണ്ടല്ലേ? ഈ വീടിന് വൃത്തിയാകാൻ പറ്റുന്ന പരമാവധി ആയിട്ടുണ്ട്. അല്ല, ഈ പെണ്ണ് വീട്ടുകാര് കാണാൻ പറ്റുന്ന സുഭാഷ് അറിയില്ലല്ലേ? ഇല്ല, ദേഷ്യപ്പെട്ടാലെന്ന് കരുതി പറഞ്ഞില്ല. ഏടത്തി പറഞ്ഞ സുഭാഷേട്ടൻ ദേഷ്യപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നത് പറയുക നല്ലതെന്നാ. ഇത്തവണെങ്കിലും കല്യാണം നടക്കണമെന്ന് എല്ലാരും പ്രാർത്ഥിച്ചോ? അതൊന്നും ശരിയാവില്ല. എന്താണ്, വരുന്ന കുടുംബക്കാരൻ നന്നായിരിക്കണം, പെൺകുട്ടി നന്നായിരിക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട്. വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് പിടിച്ചു കൊടുക്കാൻ സുഭാഷ് എന്താ വെട്ടാൻ നിർത്തിക്കുന്ന പോത്തുവല്ലോ ആണോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? കല്യാണം നടക്കണമെന്നല്ലേ? ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞോ? അടുത്ത മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വളവളാന്ന് പറഞ്ഞോളൂ. ഹരീഷ്, നീ കാര്യം പറ. സുഭാഷേട്ടൻ വന്നേ. വാ, കാര്യം വാന്ന്. ഫുഡൊക്കെ സെറ്റല്ലേ? അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? എന്തായാലും പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? ഒന്നുമില്ല. ഇവൻ സൈറ്റിൽ വന്ന് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നപ്പോ ഞാൻ അത് പേടിച്ചു പോയി. പറഞ്ഞോ? ഇല്ല. തന്നെ ഇവിടെ ഇരിക്കട്ടെ. ആദ്യം ഈ കസേരയിലോട്ട് വന്നിരുന്നേ. എന്തിനാടാ നിങ്ങൾ എല്ലാരും കൂടി എനിക്ക് ഇങ്ങനെ ടെൻഷൻ തരുന്നേ? കാര്യം എന്താന്ന് പറയാം. നിധി, ഇല്ല, നിങ്ങൾ പറ. ഒറ്റ വീക്ക്. ഞാനോ? ഞാൻ തന്നെ പറയാം. സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനെ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. പെണ്ണോ? അത് ശരി. എടാ, ഇത്രയും തിരക്കിട്ട പണി നടക്കുമ്പോ പെണ്ണ് കാണാനാണോ നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? നമ്മൾ അങ്ങോട്ട് പോണ്ട, അവരിങ്ങോട്ട് വരും. പെണ്ണ് ഇങ്ങോട്ട് വരുമെന്നോ? എന്തുവാടാ ഇത്? പെണ്ണ് വരില്ല, പെണ്ണിന്റെ വീട്ടുകാര് സുഭാഷ് ഏട്ടനെ കാണാൻ വരും. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് കുട്ടിയെ കാണാം. എന്റെ പൊന്നു മോളെ, എന്തോന്നാ ഇത്? നീ ഉമ്മാരുടെ ഒപ്പം ചേർന്ന് വീണ്ടും തുടങ്ങിയോ? അവര് വന്ന് സംസാരിച്ചു പോട്ടെ, ബാക്കി പിന്നെ അല്ലേ. എന്നാലും ഇപ്പൊ പ്ലീസ് സുഭാഷ് ഏട്ടാ. ഓക്കെ, ഇത്രയും മതി. സുഭാഷ് സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് ഈ ആദ്യ ഡ്രസ്സൊക്കെ ഒന്ന് മാറി മേക്കപ്പ് സുന്ദരനാവാം. മേക്കപ്പ് എത്ര നിഷേധിച്ചാലും പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്റെ അവകാശമാണത്. എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അപ്പൊ അത് സെറ്റ്. വായം വിളിച്ചൊക്കെ അറേഞ്ച് ചെയ്തേ.
സമയമില്ല. നാരൂഴിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, മാനത്തൊരു പൊന്നോണം. ശിവനെ, നാലൂരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ച്. എന്താ എന്താ ഇവിടെ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. കുറച്ചു നേരത്തിനുള്ളില് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. പെണ്ണിന്റെ വീട്ടിൽ നിന്നോ? അതിന് എന്റെ പൊന്നു നിധി, ഇങ്ങേരോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഇങ്ങേര് ഇത് കൊളാക്കാനേ നോക്കൂ. ചുമ്മാ എന്നാ പറയണ്ട. ഒന്നും മിണ്ടായിരിക്കും സുധീഷ്. സുഭാഷ് ചേട്ടന് വേണ്ടി ആലോചിച്ച കല്യാണം. അവരിങ്ങോട്ട് കാണാൻ വരിക. സാധാരണ നമ്മളാണല്ലോ അങ്ങോട്ട് പോയി ചായയും വടയൊക്കെ കഴിക്കാറ്. ഇപ്പൊ എന്താ തിരിച്ച്? ചെറുക്കന് മുടന്തോ മാലക്കണ്ണോ ഒക്കെ ഉണ്ടോന്ന് നോക്കിയതിനു ശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, പിന്നെന്താ പുതുമ? വീടൊക്കെ കണ്ടതിന് ശേഷം മതിയെന്ന് അവര് പറഞ്ഞു. അതാ, അതുവരെ അച്ഛനും വീട്ടിലുണ്ടെങ്കിൽ നന്നായിരുന്നു. ഓ, എപ്പോ വരും? വരാറായി. രാഹുകാലം കഴിഞ്ഞേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവര് പറഞ്ഞത്. ഓ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? അവസാന നേരത്താണോ പറയണ്ടേ? മുൻകൂട്ടി പറഞ്ഞ അനുവാദം മേടിക്കണായിരിക്കും. ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളാ. അതിനുള്ള താല്പര്യമില്ല, ഗഡ്സുമില്ലേ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യണം. എന്നിട്ട് കുറച്ചു നേരം വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ് സമ്മതം വാങ്ങണം. നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ വരണവര് ചോദിക്കുമല്ലോ, അതുകൊണ്ടാ. ഓഹോ, എന്നാ പിന്നെ തന്ത ചത്തുപോയി ഞങ്ങൾ പറഞ്ഞാ പോരെ? അത് പറ്റുമോ? ഇല്ലല്ലോ. എടാ, മര്യാദ ഇല്ലാത്ത വർത്താനം പറഞ്ഞാൽ ഞാൻ എന്റെ പാട്ടിനങ്ങ് ഇറങ്ങി പോകും. പറഞ്ഞേക്കാം. ഇയാളോട് അച്ഛൻ ആരെ ഇങ്ങനെ വരട്ടുന്നേ? അവര് വന്നു പോകുന്നവരെ വീട്ടിൽ ഇരിക്കണം, അത്രേ വേണ്ടു. ഓ, ശരി മേഡം. ഉത്തരവ് പോലെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം. താങ്ക് യു. തൽക്കാലം പുറത്തിരുന്നാ മതിയല്ലോ. ആ, മതി. ഇത് കണ്ട മസ്ലിം പെരിക്ക് വന്നിട്ട് ഒടിഞ്ഞങ്ങ് പോയി. വന്നേ, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. വാ. വാ. കാലക്കിലോ. പൊളിച്ചു സുഭാഷേട്ടാ, ഇതെന്തായാലും നടക്കും. അതൊന്നും ആരാ ഒരുക്കിയേ? വന്നേ, നമുക്ക് പുറത്തേക്കാം. വാ വാ. വാ. ഹേയ്, നിങ്ങൾ എങ്ങോട്ടാ വന്നേ? സുഭാഷേട്ടനാണ് ചെക്കൻ. വന്നേ, ഇവിടെ അടങ്ങി ഇരുന്നാ മതി. ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇവിടെ ഇരിക്കേ. എന്തുകൂടെ ഇത്? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? വാ വാ. എന്ത് ഇറങ്ങാത്ത? അവരെന്താ ഇറങ്ങാത്ത? ഞാൻ ചെന്ന് നോക്കിട്ടരാ. നമസ്കാരം. നമസ്കാരം. അല്ല, എന്താ ഇറങ്ങാത്തെ? സമയമായിട്ടില്ല. 4 മണി കഴിയട്ടെ, അപ്പോഴാ നല്ല സമയം. അതെ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മാത്രമല്ല ഇങ്ങോട്ട് കേറാനും നേരം നോക്കണമെന്ന്. അവർക്ക് ഈ സമയം, കാലം, ജ്യോതിഷം എല്ലാത്തിനും വലിയ വിശ്വാസമാണ്. എന്ന് വെച്ച് മുറ്റത്ത് വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്ന എന്തിനാ? ഓരോരുത്തരുടെ വിശ്വാസമല്ലേ മോനെ. ഇതൊക്കെ തനി അന്ധവിശ്വാസാണേ. എന്തെങ്കിലും ആവട്ടെ. എന്താ അവരിറങ്ങാത്ത? അവർക്ക് ഈ കാലത്തിലും നേരത്തിലൊക്കെ വലിയ വിശ്വാസമാണ്. 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന്. എന്താ അവരിറങ്ങാത്ത? അവർക്ക് ഈ കാലത്തിലും നേരത്തിലൊക്കെ വലിയ വിശ്വാസമാണ്. 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന്. എന്താടാ ഇറങ്ങാത്ത? പോയി ആനയിച്ച് വിളിച്ചോണ്ട് വരണം. അവരിറങ്ങും. സമയവും. സമയം. ഇതെന്താ ഏർപ്പാടത്? എടാ, 4 മണി ആവാറായാ? നീ നോക്കി. 4 മണിയായി. എന്താ ഇറങ്ങാത്ത? ഇറങ്ങാം. 4 മണിയായി. പോന്നോളൂ. നമസ്കാരം. നമസ്കാരം. വരൂ.
വരൂ ഇത്തിരി പഴയതാണല്ലേ? അത്ര അകത്തേക്ക് വരൂ. വരൂ വരൂ ഇരിക്കേ. ഇതാണോ പയ്യൻ? അതെ ഞങ്ങളുടെ ഏട്ടനാ സുഭാഷ്. ചെറുക്കനെ പറ്റി അനിയനും ഭാര്യയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒറ്റ മോള നിമിഷ. ബികോം കഴിഞ്ഞു, ജോലിക്കൊന്നും അയച്ചിട്ടില്ല. ആലോചനകൾ പലതും വരുന്നുണ്ട്. ജാതകം ചേരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. എല്ലാ പൊരുത്തങ്ങളും ഉണ്ടെങ്കിലേ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കൂ. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ചെന്ന് അവൾ അങ്ങനെ നിൽക്കണ്ടെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ജാതക പൊരുത്തം ഉണ്ടെങ്കിൽ ചെറുക്കനും പെണ്ണും തമ്മിൽ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാമല്ലോ. ജാതകം ചേർന്നാ പിന്നെ മറ്റൊന്നും കാര്യമായി ഞങ്ങൾ എടുക്കാറില്ല. ഇത് പത്തനാപുരം പത്മനാഭ പണിക്കര്. നമസ്കാരം. ഞങ്ങളുടെ കുടുംബജോത്സ്യനാ. പണിക്കരോട് ചോദിച്ചേ ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കാറുള്ളൂ. വീട് പഴയതാണെങ്കിലും വാസ്തു കറക്റ്റാ. പയ്യന്റെ ജാതകം എടുത്തോണ്ട് വരാമോ? ഓ ഇപ്പൊ എടുത്തോണ്ടരാ. ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട മോളെ, ഇത്തിരി കഴിയട്ടെ. ജാതകം. അല്ല, ഈ ജാതകം മാത്രം മതിയായിരുന്നെങ്കിലേ ഞാനത് കൊണ്ടുവന്ന് തന്നേനെ. അതുമാത്രം പോരല്ലോ, വീടിന്റെ വാസ്തു, സ്ഥലരാശി എല്ലാം അറിയണം. അതിനാ ജോത്സ്യനെയും കൊണ്ടുവന്നത്. ഒന്നും അങ്ങ് ശരിയാവുന്നില്ലല്ലോ. ജാതകം ഇപ്പൊ എഴുതിയതാണോ? അത് പഴയ ജാതകം കാണാണ്ടായി, അപ്പൊ പുതിയത് എഴുതിയതാ. ആരാ എഴുതിയത്? അത് ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാ, സദാശിവ പണിക്കര്. ആരെഴുതിയതായാലും ശരി, ഈ ജാതകം നമ്മുടെ കുട്ടിക്ക് ചേരില്ല. നമ്മുടെ കുട്ടിക്കെന്നല്ല, ഒരു രാശിക്കും ഇത് ചേരില്ല. നല്ലൊരു ഗ്രഹനില കുറിച്ച് തരാനല്ലേ അയാൾക്ക് പൈസ കൊടുത്തു. അങ്ങോട്ട് ചെന്ന് വരട്ടാൻ പോയിട്ടല്ലേ പണിയൊന്നുണ്ടാവും. വൃത്തികെട്ടവൻ. ആരാടാ ഇത് എഴുതിയത്? അത് പറഞ്ഞില്ലേ, സദാശിവ പണിക്കരെന്ന്. സദാശിവ പണിക്കരോ? ചുമ്മാ കാശ് വാങ്ങി എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്നവരായിരിക്കും അവരൊക്കെ. ഓ, അതിനിപ്പം മര്യാദയ്ക്ക് ജാതകം എഴുതുന്നവരൊക്കെ കുറവില്ലേ? മുഴുവൻ കമ്പ്യൂട്ടർ ജാതകമല്ലേ പണിക്കരെ? പണിക്കർക്കൊരു വെങ്കടാചലപതി സ്വാമി അറിയൂ? വളരെ ഫേമസ് അസ്ട്രോളജറായിരുന്നു. മരിച്ചുപോയ വെങ്കിസ്വാമിയാണോ? അത് തന്നെ. ഇവന്റെ ജാതകം എഴുതിയിട്ടുള്ളത് വെങ്കിസ്വാമിയാ. ജാതകം ഉണ്ടോ? എന്തോ? അന്നത്തെ കാലത്ത് ജാതകം എഴുതാൻ 100 രൂപ ഫീസ് വാങ്ങുന്ന ആളാ. ഓ, ഇവരിന്നലെ ചോദിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ല. ഇപ്പൊ ഓർമ്മ വന്നു. യു ജസ്റ്റ് വെയിറ്റ്, ഐ വിൽ കം ബാക്ക്. ജാതകം ഉണ്ടെന്ന് വെറുതെ എന്തിനാണ് പൈസ കൊടുത്ത്? നിധി, ഇതെന്താ ഇപ്പൊ ഒരു പുതിയ കഥ വന്നിരിക്കുന്നത്? നമ്മൾ ഇത്ര തവണ ചോദിച്ചാ അപ്പോഴൊന്നും പറഞ്ഞുമില്ല. അതാ എനിക്കും അറിയാത്ത.
എടാ ഉണ്ടോടാ ജാതകം? ജാതകമുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് അത് ഓർമ്മ വന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. എടാ ഉണ്ടോടാ ജാതകം? ജാതകമുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് അത് ഓർമ്മ വന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇത് ശരിയാവില്ല. ഈ ജാതകം നമ്മുടെ പെൺകുട്ടിക്ക് ചേരില്ല. നമുക്ക് വേറെ പയ്യനെ നോക്കാം. ഒറിജിനൽ ജാതകം കൊടുത്തിട്ടും കാര്യമില്ല. ഇപ്പോ എനിക്കറിയില്ല. ശരി, നിങ്ങൾ പറഞ്ഞാ പിന്നെ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോറി കേട്ടോ, ജാതകം ശരിയായില്ലെങ്കിൽ ഇത് ശരിയാവില്ലെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. ഇത് ഇവിടെ വന്നിട്ട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. ജാതകം നോക്കി ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. വന്നതുകൊണ്ടാണല്ലോ ഒറിജിനൽ ജാതകം കണ്ടത്. മാത്രമല്ല വീടും പരിസരവും കൂടി കാണണമെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ. ഈ ഒറിജിനൽ ജാതകത്തിലും പ്രശ്നമുണ്ടോ പണിക്കരെ? അതെ, പൊരുത്തമില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ കാണിച്ച ജാതകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ല, എന്ത് പ്രശ്ന? ഈ ജാതകക്കാരനെ സ്ത്രീ വാഴില്ല. സ്ത്രീ വാഴില്ലേ? ഈ ജാതകക്കാരനിരിക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീക്കും ജീവിക്കാൻ പാടാണ്. അതുകൊണ്ടാ കല്യാണമൊന്നും നടക്കാത്തത്. ഈ ജാതകക്കാരന് വിവാഹ വിധിയില്ല. ഇയാൾക്ക് മാത്രമല്ല, ഈ ജാതകവിധി പ്രകാരം ഇയാൾ വസിക്കുന്ന വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്ന് വാഴില്ല. അപ്പൊ എന്റെ കൂടെ എന്റെ ഭാര്യ ഇല്ലാത്തതിന്റെ കാരണം ഞാനല്ല, ഇവനാണല്ലേ? ദേ, അനാവശ്യം പറയാൻ നിൽക്കരുതേ. എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്റെ ഭാര്യ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. വെറുതെ ഇല്ലാത്ത പറയല്ലേ. ജാതകപ്രകാരം കണ്ട കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്നാൽ ഇറങ്ങാം. പോവാം. പോട്ടെ. എന്നാ ശരി. അല്ല പിന്നെ ഞാൻ പറയട്ടെ. ഇത്രയും നാൾ ഇവന്റെ കല്യാണം ആവാത്തതിന്റെ കാരണം എന്താണെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഇപ്പോഴല്ലേ ഇവൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള കുഴപ്പമാണെന്ന് മനസ്സിലായത്. ഒറിജിനൽ ജാതകവും ശരിയല്ല. കാശ് കൊടുത്ത് എഴുതിപ്പിച്ചെങ്കിലും കൊള്ളാമെന്ന് ഒന്ന് എഴുതിപ്പിച്ചിട്ടായിരുന്നോ? വെറുതെ ആ പത്തനാപുരം പപ്പനാഭ പണിക്കരുടെ വായിരിക്കുന്നത് കേൾക്കണമായിരുന്നോ? ഒരു കാര്യവും വൃത്തിയായിട്ട് ചെയ്യാനോട്ടോ അറിഞ്ഞും കൂടാ. എന്നാ എന്നെ കുറ്റം പറയാനോട്ടോ മടിയൂല. വെറുതെ പെണ്ണ് കാണാൻ നടന്നാ പോരാ. ആരോട് പറയാൻ? തലയിൽ ആൾവാസമില്ലാത്തമാര്. ഒരവസരം കിട്ടിയപ്പോ അങ്ങേരും കയറി കൊത്താൻ തുടങ്ങി. ദേ, ഈ ജാതകം കീതകം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ അടുത്തുനിന്നേ പെണ്ണ് നോക്കാൻ പോകരുത് സുഭാഷേട്ടാ. ഇത് മനസ്സിലെടുക്കാനായിട്ട് ഒന്നുമില്ല. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജാതകം നോക്കാൻ ജോത്സ്യരെയും കൊണ്ടു നടക്കുന്ന പാർട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കനെ കാണാൻ ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ലല്ലോ, പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരാന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ അവരിങ്ങനെ പെരുമാറുന്നു വിചാരിച്ചില്ല. അയാൾ ഈ നാട്ടുകാരെങ്കിലും പറഞ്ഞു വിട്ട പണിക്കരാവും. അതേ ഭാഷയും അതേ വർത്താനം. അതുകൊണ്ടാണ് നീതിയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ അയാൾ ഉരുണ്ട് കളിച്ച് കണ്ടില്ലായിരുന്ന.
ഒരു കണക്കിന് അത് ഒഴിഞ്ഞു പോയി നന്നായി സുഭാഷ് ഏട്ടാ. വന്നപ്പോ ആ കാറിൽ നിന്ന് ഇറങ്ങാൻ സമയം നോക്കിയപ്പോ തന്നെ വട്ട് ഫാമിലി ആണെന്ന് മനസ്സിലാക്കി തിരിച്ചു വിടേണ്ടായിരുന്നു. എങ്ങാനും ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ സുഭാഷ് ചേട്ടന്റെ ഗതി എന്തായിരുന്നു? ആ അതെ, ഇതിപ്പോ രക്ഷപ്പെട്ടോന്ന് വിചാരിച്ചാൽ മതി സുഭാഷ് ഏട്ടാ. വെറുതെ വിഷമിക്കൊന്നും വേണ്ട. ഇതിനൊക്കെ കാരണം ഞങ്ങൾ തന്നെയാ. ഇങ്ങനൊരു ഫാമിലി ആണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടാ. സുഭാഷ് ചേട്ടനെ വിളിക്കേണ്ടിയിരുന്നില്ല. നമ്മൾ മാത്രം ആദ്യം സംസാരിച്ചാൽ മതിയായിരുന്നു. ഏട്ടന് ശരിക്കും ഹർട്ടായിട്ടുണ്ട്. അത് മാറിക്കോളൂടാ, നമ്മുടെ ഏട്ടനല്ലേ, നമുക്കറിഞ്ഞൂടെ. ഇന്നലെ പണിക്കരെ വെറുതെ അങ്ങ് പറഞ്ഞു വിട്ട ശരിയായില്ല. അയാളുടെ ഒരു കവടിയും മാങ്ങാത്തൊലിയും ഇടിച്ച് ശരിയാക്കാനാ തോന്നിയ. ഈ ജാതകക്കാരന് വിവാഹ വിധിയില്ല. ഈ ജാതകക്കാരനിരിക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീക്കും ജീവിക്കാൻ പാടാണ്. ഇയാൾക്ക് മാത്രമല്ല, ഈ ജാതകവിധി പ്രകാരം ഇയാൾ വസിക്കുന്ന വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്ന് വാഴില്ല. ഈ വീട്ടിൽ എന്ത് നടന്നാലും കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? സുഭാഷ് ചേട്ടന്റെ ജാതക ദോഷം കൊണ്ടാ ഈ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങളും സംഭവിക്കുന്നതെന്നാ ആ പാവ ഇപ്പൊ വിചാരിക്കുന്നത്. എല്ലാ കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് സൂചിച്ചിരിക്കുന്നതാണോ നിങ്ങളുടെ കലാഹൃദയം? നിങ്ങൾ ആ ജാതകം എടുത്ത് കൊടുത്തത് ആ സകല കുഴപ്പത്തിനും കാരണമായിരിക്കുന്നത്.